ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാരി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക നമ്മുടെ നയനയുടെ അടുത്ത് ചെന്നിട്ട് അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ കുറ്റം പറയാവോ അത്രയും കുറ്റം പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. മറ്റൊന്നും തന്നെയല്ല, നന്ദുവിനെ അഴിച്ചു വിട്ടിരിക്കുന്നത് അവരാണ്. അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല. ആദ്യത്തെ രണ്ടെണ്ണങ്ങളെ ഇങ്ങളോട് പറഞ്ഞു വിട്ടു, ഇനി ഒരെണ്ണത്തിനും കൂടെ പറഞ്ഞു വിടാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇരുന്നിടത്ത് എഴുന്നേക്കുവാണേ. എന്നിട്ട് ചോദിക്കുന്നത്, എന്താടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം? രണ്ടു പേർക്കും കുഴപ്പം മാത്രമേ ഉള്ളൂ. 3 പെൺമക്കളെ ജനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് കെട്ടിച്ചു വിടാൻ കഴിവില്ലാത്തത് കൊണ്ട് രണ്ടെണ്ണങ്ങളെ ഓസിന് ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതെല്ലാം ഈ നാട്ടിൽ പാട്ടാണല്ലോ. അതിനിപ്പോൾ എന്ത് വേണമെന്നാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുക. അന്നേരം പറയും, മൂന്നാമതൊരുത്തെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ അനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കൂടി അനിയും നന്ദുവും കൂടെ കണ്ടുകൊണ്ടിരിക്കുക. അത് കണ്ട് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ അച്ഛൻ കുറച്ച് മുന്നേ കൂടി കണ്ടടി അവനും അവളും കൂടെ കറങ്ങുന്നത്. ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ നടന്നതാണ്. അതിനുശേഷവും അതെല്ലാം കണ്ടിട്ട് നിൻ്റെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ട് അയച്ചു വിടണമെങ്കിൽ അവരത്രയും തരം താഴ്ന്നവരെന്നല്ലേ അതിനർത്ഥം? പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് നിൻ്റെ അച്ഛനും അമ്മയും. നിന്നെ പ്രസവിച്ചത് നിന്നെ പോലെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ ഒരമ്മയാടി. ശരിക്കും നീയൊക്കെ ഗോവിന്ദൻ്റെ മകളാണോന്ന് അയ്യാക്കൊരു ഉറപ്പും കാണത്തില്ല. നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാത്തുള്ളൂ നിൻ്റെയൊക്കെ അച്ഛൻ ആരാണെന്ന് എന്ന് പറഞ്ഞ് വായിൽ നാക്കിട്ടില്ല. അപ്പത്തേക്കിനും നയനെ കൈപൊക്കി ഒറ്റ അടിയാണ് നമ്മുടെ അനാമികയ്ക്കിട്ട്. അപ്പോഴത്തേക്കിനും അനാമികയും കൈപൊക്കി നീ എന്നെ തല്ലി എല്ലാവരുടെയും ചോദിച്ചിട്ട് തല്ലാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയനെ തടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ട എടി, എന്നെ തിരിച്ചതല്ല, നീ ആളായിട്ടില്ല. ലോകത്ത് ആരെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടപ്പറപ്പുകളെയും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമികനെ അങ്ങോട്ട് തള്ളിവിടും കേട്ടോ. അന്നേരത്തേക്കിന് അനാമിക പറയും, ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയേ. അപ്പം നമ്മുടെ നയന പറയും, ഇത് ഞാനും വെറുതെ വിടത്തില്ല. ഒരുപാട് കോംപ്രമൈസ് നിൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോംപ്രമൈസിനും ഇല്ല. അത് മറ്റൊന്നും കൊണ്ട് ഓർത്തിട്ടല്ല, അനിയെ ഓർത്തിട്ടാണ്. എന്നിട്ടും അതൊക്കെ മനസ്സിലാകട്ടെ. എൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്നാലേ ഇനി കോംപ്രമൈസിനൊന്നും ഒരിക്കലും വരത്തില്ല. പിന്നീട് കാണിക്കാൻ നമ്മുടെ നയന നവ്യയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം നവ്യ പറയുകയാണെങ്കിൽ അച്ഛനും അമ്മേനെ അത്രയ്ക്ക് അധിക്ഷേപിച്ച സ്ഥിതിക്ക് അവൾക്ക് തടി മാത്രമല്ല നല്ലത് കൊടുക്കണമായിരുന്നു. നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയും കൂടെ ചെയ്യണം. അതുതന്നെയല്ല, അനിയും നന്ദു ഒന്നിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ടും ഇരിക്കുക. ആ സമയത്ത് അവൾ ചോരത്തിളപ്പ് കാണിക്കുകയാണെങ്കിൽ അവൾ അനുഭവിക്കണം. അച്ഛനും അമ്മേനെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവളുടെ ദേഹത്ത് കൈ വെക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അവൾ അടങ്ങിയില്ല. നന്ദു അവിടെ വരിക തന്നെ വേണം. നീ അവിടെ ഉള്ളിടത്തോളം കാലം നന്ദുവിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനിയും നന്ദുവും വീണ്ടും കാണാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ എന്നിങ്ങനെ നയന ചോദിക്കുക. നമ്മൾ ഇത്ര നാൾ അത് ചെയ്യാതെ ഇരുന്നപ്പോൾ അവൾ കാണിച്ചത് ഇതല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ നവ്യ പറയുവാണേ. നന്ദുവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അനിയെ കണ്ടാലും വഴി വെച്ച് കണ്ടെന്നാലും ഒന്നും നിന്ന് സംസാരിക്കരുതെന്ന്. അനിയനാണെങ്കിൽ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അനാമികയും പുറകെ ഉണ്ടാവും. അനിയും നന്ദു ഒന്നും ഒന്നിക്കാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഇന്നവൾ കാണിച്ച അഹങ്കാരത്തിന് അവക്കിട്ട് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ. നീ അങ്ങോട്ടേക്ക് പൊക്കോ, ഞാൻ അവളെ വിളിച്ചോളാം. അപ്പോൾ ചേച്ചി എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുക. അന്നേരം പറയും, നമ്മളുടെ കയ്യിലൊരു തുറുപ്പ് ചീട്ടിരിക്കുമ്പോഴത്തേക്കിനും അവളാ പേടിക്കേണ്ടത്. അതിന് തയ്യാറാകാത്തവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിൻ്റെ ബാക്കി ഞാനും കൂടെ കൊടുത്തേനെ എന്നിങ്ങനെ നവ്യ പറയുവാണേ. അടികൊണ്ടൊക്കെ അവളുമായിട്ട് അവളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് പോകട്ടെ, എന്നിട്ട് അവരത് അറിയട്ടെ. വഴി തെറ്റിച്ച മകളുടെ വിശേഷങ്ങൾ അവരും കൂടി അറിയട്ടെ. ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയല്ല, അവളുടെ അച്ഛനും അമ്മയാണ് വൃത്തികെട്ട മനസ്സുമായിട്ട് ജീവിക്കുന്നത്. അവളെ ഈ പരുവത്തിലാക്കിയത് അവളുടെ അച്ഛനും അമ്മയാണ്. നമ്മളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയാണ് പറയേണ്ടത് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനാമിക ഇങ്ങനെ കവളത്തൊക്കെ തലവടിക്കൊണ്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നയന തല്ലിയത്. അപ്പോഴത്തേക്കിനാണ് കോള് വരുന്നത്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നവ്യാണ്. നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കും അനാമികയെ. എന്നാലും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നിനക്ക് വീണ്ടും തലപൊക്കി തുടങ്ങിയോ? നാളെ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്, നന്ദു അവിടെ വരുമ്പം നീ വെറുതെ ഒന്നും മിണ്ടണ്ട. അപ്പം നീയൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കണോ എന്നിങ്ങനെ ചോദിക്കണേ. അന്നേരം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അനുസരിക്കണം. പാലിൽ വിഷം കലർത്തിയവർ അനുസരിച്ചേ പറ്റൂ. പാലിൽ വിഷം കലർത്തിയത് അമ്മയെ കൊല്ലാനല്ല. അന്നേരം നമ്മുടെ നവ്യ പറയും, അല്ല എന്നെ കൊല്ലാനായിരുന്നു. ആ സത്യം ഞങ്ങൾ മൂടി വെച്ചോണ്ട് നടക്കുക. ആ മാന്യത ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ആ മാന്യത ഞങ്ങൾ കാണിക്കുമ്പോൾ നീയും നന്ദുവിനോട് ആ മാന്യത കാണിക്കണം. മാന്യമായിട്ട് സംസാരിക്കണം, പെരുമാറണം. അല്ലെങ്കിലേ
നാളെ തന്നെ പൊളിച്ചെടുക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് നവ്യ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അനാമിക നമ്മളെ അവിടെ അനന്തപുരി നിൽക്കുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്, നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണു പറയുകയാണ്, മോളെ നീ തിരിച്ച് തല്ലാനായിട്ട് കൈ പൊക്കാൻ പാടില്ലായിരുന്നു. ഇതിനു മുന്നേയും അവളുടെ ചേച്ചി അവളുടെ കണ്ണത്ത് തല്ലിയിട്ടുണ്ടായിരുന്നല്ലോ. തല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാരണമുണ്ട്. മോളും നീയും കൂടെയാണ് ദേവയാനി കുടിച്ച പാലിൽ വിഷം ചേർത്തിയത്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരികയാണ്. അവൾ വരുമ്പോൾ ഞാൻ സ്വീകരിക്കണോ? ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല എനിക്ക്. അന്നത്തേക്കിന് അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കാര്യവും നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. അവൾ സത്യങ്ങൾ എങ്ങാനും വിളിച്ചു പറഞ്ഞെങ്കിൽ നീ മാത്രമല്ല ഞാനും തൂങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അവൾ എപ്പോഴും ഈ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വേണു പറയുകയാണ്, എൻ്റെ മോളെ അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതിനും വരെ നീ ഇതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിലേ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് മോൾ ഇങ്ങോട്ട് പോരണം. അതിന് മോളെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുവാണേ. മോളും മനയും തമ്മിൽ ഒത്തുപോകത്തില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നത് നമ്മുടെ കുറച്ചെങ്കിലുമൊക്കെ പ്രാരാബ്ദം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിനും ഓടി ഇങ്ങോട്ടേക്ക് പോരുവാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതല്ല, അച്ഛനോടും അമ്മയോടും അഭിപ്രായം ചോദിക്കാൻ വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യം ചില്ലറക്കാരിയാണെന്നാണോ മോള് വിചാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവേ. ഞാനും എൻ്റെ അച്ഛനും ഒന്നല്ല 2 തവണയാണ് അടി കൊണ്ടിട്ട് ആശുപത്രി കിടന്നത്. അതിൻ്റെ പുറകിൽ നണ്ടും അവരുടെ കൂട്ടുകാരുമാണെന്നറിയാലോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നമുക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പാലിൽ വിഷം ചേർത്തി ഒറ്റ കാരണം കൊണ്ടല്ലേ. നാളെ അവൾ വരുമ്പോഴത്തേക്കും ഞാൻ ഒരു പ്രശ്നമില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ പോലും എന്നെ സംശയിക്കും. അവിടെ ഒരു ഗുണം കൂടി ഉണ്ട് മോളെ അങ്ങനെ ചെയ്യുമ്പം. മോളങ്ങനെ ചെയ്യുകയാണെങ്കിൽ മോള് മാറിയെന്ന് അനിയുടെ അച്ഛനും അപ്പോൾ അതുപോലെ മുത്തശ്ശനും ദേവയാനിയും എല്ലാവരും വിചാരിച്ചോളും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മോളോട് സ്നേഹം കൂടാനും കാരണമാകും. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും ബുദ്ധി ഉപദേശിച്ച് തരണ്ട. നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് അവളും ആരോട് സഹകരിക്കണമെന്നാണ്. മോളെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നീ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ ഇല്ലാതാകും. നാളെ ആ വീട്ടിൽ നിന്ന് പോകേണ്ട മോള് ഇന്നേ പോകേണ്ടി വരും. അത് മോൾ ഉറപ്പിച്ചു എന്നിങ്ങനെ അമ്മ പറയുവാണേ. അതിനുശേഷം കാണിക്കുന്ന വമ്പൻ ടിസ്റ്റാണ് കേട്ടോ. നമ്മുടെ നയന അനന്തപുരി തറവാടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരുവാണ്. വീട്ടിൽ പോയിട്ട് വരുന്ന അതേ സാരിയിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പുറകെ നിന്നിട്ട് ഒരു വിളിയാണ്, ഏട്ടത്തി എന്ന് പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ നയന തിരിഞ്ഞു നോക്കും കേട്ടോ. അപ്പം നയനയ്ക്ക് ആകെപ്പാടെ അതിശയം തോന്നുവാണേ. നീ എന്താ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ എന്നിങ്ങനെ പറയുക. അന്നേരം പറയും, ഏട്ടത്തി എന്നാണ് വിളിച്ചതെന്ന് പറയുവേ. അത് എന്ന് മുതലാണ് നിനക്ക് ഞാൻ ഏട്ടത്തിയായത്? ഇതുവരെ എടി അവൾ എന്നൊക്കെയായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറയും, നവ്യേട്ടത്തി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു നന്ദു നാളെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഇതുവരെ ഞാൻ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തടയാൻ നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ നിൻ്റെ ഇന്നലത്തെ പ്രവൃത്തി കൊണ്ട് അത് ഞാനതങ്ങ് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നീ അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം എന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കും നമ്മുടെ അനാമിക പറയും, അതെ ചെയ്യാൻ കുഴപ്പമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നന്ദു നാളെ വരുമ്പോഴത്തേക്കിനും അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് നീ ആയിരിക്കണം എന്ന് പറയുവേ. ശരിയെന്ന് പറയുവേ. എൻ്റെ അനിയത്തി നാളെ എന്താണെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ പോകും. അപ്പോൾ അതിന് മുന്നേ ഒരു ഭക്ഷണമെങ്കിലും എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ല, ഈ വീട്ടിൽ വെച്ചിരുന്ന് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞത്. അതുപോലെ തന്നെ നന്ദു ഇവിടെ വരുന്നത് നിനക്കും ഇഷ്ടമല്ല. അങ്ങനെ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇവിടെ സംഭവിക്കണം. അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്ക് എന്നിങ്ങനെ നയന പറയുവാണേ. അതിന് അന്നെ തല്ലിയായിരുന്നല്ലോ എന്ന് പറയുവേ. അന്നത്തേക്ക് നമ്മുടെ നയന പറയുന്നുണ്ട്, കർണത്തടിച്ചാൽ അതിൻ്റെ വേദന അങ്ങ് പോകും. പക്ഷെ നീ ഏൽപ്പിച്ച വാക്കുകളുടെ ആഘാതം അത് അത്ര പെട്ടെന്നൊന്നും പോവില്ല. അവൾ നാളെ വരുമ്പം അവൾക്ക് നേരെ വിലച്ചുകൊണ്ട് സംസാരിക്കുകയോ നിൻ്റെ അമ്മായിയമ്മയോ അപ്പച്ചിയുടെയും കൂടെ നിന്നിട്ട് അവൾക്കിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തെങ്കിൽ നാളെ ഞാൻ അവൾ വരുമ്പോഴത്തേക്കിനും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നങ്ങ് പറയുമെന്ന് ഞാൻ നയന പറയുവാണേ. നിൻ്റെ നാവ് കൊണ്ട് നിനക്ക് എന്തും പറയാമെങ്കിൽ എൻ്റെ നാവ് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞൂടെ? എന്ത് വേണമെന്ന് നീ ഇങ്ങനെ തീരുമാനിക്കുക. എന്തായാലും ശരി, നാളെ എൻ്റെ അനിയത്തി ഇവിടെ വന്നിരിക്കും എന്നിങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക്ക് അങ്ങ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ സഹിച്ചല്ലേ പറ്റുള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അനി റൂമിൽ കയറി വരുവാണേ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ നന്ദുവിനെ വിളിക്കണം കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് അനി. അപ്പോഴത്തേക്കിനും ഇങ്ങനെ നന്ദു എടുത്തിട്ട് പറയും, നാളെ ഫോൺ വിളിക്കാനായിട്ട്, നാളെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇടത്ത് വിളിച്ചായിരുന്നു എന്നിങ്ങനെ അനി ചോദിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു പറയാം, വിളിച്ചായിരുന്നു. പക്ഷേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുക. അന്നേരം നമ്മുടെ അനി പറയുന്നുണ്ട്, എടോ താൻ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ എന്താ തെറ്റ്?
അപ്പോൾ താൻ ഇങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടോണ്ടാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. എടോ, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ ആരും അധികാരങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നവ്യ കണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങോട്ടോ. അന്നേരത്തേക്കിന് ഒരു മിനിറ്റ് എനിക്ക് വൈകുന്നേരം നിന്നെ ഒന്ന് കാണണം, എന്തായാലും കാണണം എന്നിങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനിയും ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നും പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കും, ആരാ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നിങ്ങനെ പറയുവേ. എൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറയേ. അപ്പോഴത്തേക്കും വിളിച്ച ഫ്രണ്ടിൻ്റെ പേര് അനി എന്നാണോ ചോദിക്കുക. അപ്പം അല്ലാന്ന് പറയേ. നിൻ്റെ പതർച്ച കണ്ടിട്ട് അതേന്നാ തോന്നുന്നത് എന്നിങ്ങനെ നവ്യ പറയും. എന്തിനാ മോളെ എല്ലാവരും വെറുപ്പിക്കുന്നത്? ഇപ്പം കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാനയാണെങ്കിൽ അത് ചേട്ടൻ്റെ അമ്മ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇനി അവയും കൂടെ ഒന്ന് മാറി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. അതിനിടയ്ക്ക് നിൻ്റെയും അനിയുടെയും കാര്യം പറഞ്ഞ് വീടിനകത്ത് വഴക്കുണ്ടാകരുത്. അത് ചേട്ടനെ അമ്മയ്ക്ക് കൊടുത്ത പാലിൽ വിഷം കലർത്തിയത് അനാമയും അവളുടെ അമ്മയാണെന്ന് നമുക്കറിയാം, അതവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അവൾ ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുന്നത്. ഇനി മോളവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവൾ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ കള്ളക്കളി നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് സ്വന്തം കെട്ടിയവനെ അല്ലെങ്കിൽ ഭർത്താവിനെ മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാനും നമ്മളും എല്ലാവരും ചേർന്നിട്ട് നല്ലൊരു പുതുമോശം കാണിച്ചു. ഒരേ വീട്ടിൽ നിന്ന് തന്നെ 3 മക്കൾ മരുമക്കളായിട്ട് അനന്തപുരി തറവാട്ടിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിനിപ്പോൾ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കിനും ഇനിയിപ്പോൾ അനിയും അനാമയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നീ അവരിൽ നിന്നും അകന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞ് നവ്യ ഉപദേശിക്കുവാണേ. ഞാൻ പോകുന്നില്ല ചേച്ചി എന്നിങ്ങനെ പറയാം. അപ്പോൾ പറയും, അനിയാ എപ്പോഴും എന്നെ വിളിക്കുന്നത് എന്ന് പറയുക. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ആണുങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ, പക്ഷേ നമ്മുടെ പെൺകുട്ടികൾ വേണം അവരെ പറഞ്ഞ് തിരുത്താനും വിലക്കാനും. നിൻ്റെ മുഖം കണ്ടിട്ട് ഇപ്പോഴും അനിയോട് സ്നേഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, എനിക്കും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തോന്നുന്നത്. ചേച്ചിക്കറിയാമല്ലോ, പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആരോടും അടുപ്പമുണ്ടായിട്ടില്ല, ഒരാൺകുട്ടികളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടുമില്ല. പക്ഷെ അനിയെ കണ്ടപ്പോൾ തൊട്ടിട്ടാണ് അതിനൊക്കെ മാറ്റം ഉണ്ടായത് എന്നിങ്ങനെ നവ്യയോട് പറയുന്നുണ്ട്. എങ്ങനെ അവനോട് ഇത്ര അടുത്തതെന്ന് എനിക്കറിയുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല. എങ്കിലും യാഥാർത്ഥ്യം അറിയാവുന്നത് കൊണ്ട് ഞാനത് തിരുത്താൻ ശ്രമിക്കും. പക്ഷേ അവനും അനാമികയും നല്ലൊരു ദാമ്പത്യ ജീവിതമല്ല നയിക്കുന്നത്. ബെഡ്റൂമിൽ അവർ രണ്ടായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ നന്നായി വേരുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അവനെ നിരാശപ്പെടുത്താനും കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. കാരണം അവൻ അത്രയ്ക്ക് നല്ലവനാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണേ. പിന്നീട് നന്ദു നമ്മളിങ്ങനെ അവരെന്നും കാണുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അനിയനെ. അപ്പോഴത്തേക്കിനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനി അങ്ങോട്ടേക്ക് വന്നേ. എന്നും ഇങ്ങനെയൊന്നും കാണുന്നൊന്നും ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞതല്ലേ, പിന്നെ നീ വീട്ടിലോട്ട് ഇടിച്ച് കയറി വരും, അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും അനി അങ്ങോട്ട് ഒരു കയ്യിലൊരു ബാഗൊക്കെ ഉണ്ടേ, എന്നിട്ട് നീ ഇതിങ്ങോട്ടങ്ങ് പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവേ. അപ്പോൾ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ അനി പറയും, ഇതിൽ 2 ജോഡി ഡ്രസ്സുണ്ട്, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിട്ടിട്ട് വേണം നാളെ വീട്ടിലേക്ക് വരാമെന്ന് പറയുവേ. എന്നിട്ട് നന്ദു ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല അനി എന്ന് പറയും. അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് വിചാരിച്ചാണ്, അപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ചേച്ചി എപ്പോഴും പറയുന്നത് അങ്ങോട്ടേക്ക് വരരുത്, അനിയെ കാണരുത് എന്നൊക്കെ പറയുന്നതെന്ന് പറയുവേ. അന്നേരത്തേക്ക് പിന്നെ ഇതെന്ത് പറ്റി എന്നാൽ എനിക്കറിയാൻ വയ്യാത്തതെന്ന് ഇങ്ങനെ നന്ദു പറയാം. അപ്പം നമ്മുടെ അനി പറയും, എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ അവിടെ വരുമ്പോൾ നീ എനിക്ക് മുഖം തരാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുവേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? നന്ദു, ഞാൻ മലയാളത്തിൽ പറയുന്നതല്ലേ നിനക്ക് മനസ്സിലാവുന്നത്. ഞാനും അനാമികയും തമ്മിൽ ഒരു ബന്ധവുമില്ല, വെറുതെ ഒരു ഭാര്യയാണെന്ന് പറഞ്ഞ് എൻ്റെ മുറി കഴിയുക. അവൾക്കും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ കാണുന്നതിന് അവൾ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് അവളുടെ സ്വഭാവം കൊള്ളില്ലെന്ന് ഞാൻ പറയുന്നത്. അവൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ. എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, ഞങ്ങളുടെ സ്വത്താണോ ഉന്നം വയ്ക്കുന്നത് എന്നിങ്ങനെ ആനി നന്ദുവിനോട് പറയുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്